അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാധ്യമങ്ങളും ചാനലുകാരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് താത്തമാരുണ്ട്. ഈ താത്തമാർക്ക് അവരുടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല, അവരെ സൈബർ അറ്റാക്ക് നടത്തുന്നു, അതുപോലെ തന്നെ ഓൺലൈൻ വഴി ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. എല്ലാവരും പറയുന്ന ഒരു പരാതി, ഇത്തരം സ്ത്രീകളൊക്കെ പറയുന്ന പരാതി, ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന്, കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ പുറത്താക്കി. ഒരു സ്ത്രീ പറഞ്ഞത്, പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു സ്ത്രീ പറഞ്ഞത് അവരുടെ മകനെ മദ്രസയിൽ വെച്ച് വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. പച്ചക്കളവാണ് ആ പറയുന്നതൊക്കെ. എന്തെങ്കിലുമൊക്കെ വിളിച്ചു വാരി പറയാം. അതൊരു സ്ത്രീ ആകുമ്പോൾ, ഒരു മുസ്ലിം പേരുള്ള സ്ത്രീ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രക്കാർക്കും ഒരു പ്രത്യേക ആവേശമാണ് ആ വിഷയത്തിൽ കൂടുതൽ വാർത്തകൾ കൊടുക്കാനും അത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാനും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക ആവേശമാണ്. അത് ഈ അടുത്തല്ല, ഇതുവരെ നടന്നിട്ടുള്ള ഇത്തരം ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വിഷയത്തിൽ അവർക്ക് വല്ലാത്തൊരു പ്രത്യേക താല്പര്യമാണ്. മറ്റുള്ള വിഷയങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ അവർ മൈക്കെടുത്തുകൊണ്ട് ഓടി നടക്കും. അപ്പോൾ കിട്ടിയ ചാൻസാണെന്ന് കരുതിയിട്ട് ആ സ്ത്രീ നന്നായി തള്ളി മറിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഭീഷണി വരുന്നുണ്ട്, മദ്രസയിൽ നിന്ന് അടിക്കുന്നു, പീഡനങ്ങൾ, സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കതും പച്ചക്കളവുകളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പിന്നെ അവർ പറയുന്നൊരു പരാതി കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് തീർത്തും ഇസ്ലാമികപരമായ നിയമത്തിലൂടെയുള്ള ഒരു സംവിധാനമാണ്. അതിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്, വ്യക്തികളും ആ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുവഴി നടക്കുന്നുണ്ട്. അവിടെയൊന്നും തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ മിക്ക മഹല്ലുകളിലും ജാതിയോ ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ ജാതിയോ മതമൊന്നും നോക്കിയിട്ടൊന്നല്ല. അതിൽ മഹല്ലത്തിൽ അംഗത്വമുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഈ പരിസരത്തുള്ള മഹല്ലുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പ്രത്യേകം ആളുകളെ മഹല്ലത്തിൽ നിന്ന് ഒഴിവാക്കി ഞങ്ങളത് ചേർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിത് തുടങ്ങുന്നത്. ഒരു മഹല്ലത്തിൻ്റെ കാര്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകം നിയമങ്ങളുണ്ടാകും, ബൈലോ ഉണ്ടാകും. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ ആ മഹല്ലത്തിൽ അംഗം ആകാൻ കഴിയുള്ളൂ. ആ മഹല്ലത്തിൽ എടുത്തിരിക്കുന്ന നിയമങ്ങളും ബൈലോക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കും, സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ മകളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ സ്കൂളിന് അതിൻ്റേതായ നിയമങ്ങളുണ്ടാവും. അത് പാലിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ ആദ്യമൊക്കെ ചിലപ്പോൾ മുന്നറിയിപ്പ് കൊടുക്കും, വാണിംഗ് കൊടുക്കും. അതും അവരനുസരിക്കുന്നില്ല, വീണ്ടും നിയമലംഘനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. രക്ഷിതാക്കളെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. ഇതുപോലെ തന്നെയുള്ളൂ. ഇങ്ങനെ കുറച്ച് ആളുകളാണ് കൂടിയിട്ട് ഒരു സംരംഭം, ഒരു സംഘടന ഉണ്ട് എങ്കിൽ പോലും അവിടെയൊക്കെ കാതലായ നിയമങ്ങളുണ്ടാകും. അതനുസരിക്കാൻ കഴിയുന്നവർ മാത്രം അതിൽ നിന്നാൽ മതി, അല്ലാത്തവരെ പുറത്താക്കും. അതേ സിസ്റ്റം തന്നെയാണ് മഹല്ല് സംവിധാനങ്ങളിലും ഉള്ളത്. അതിന് പ്രത്യേക നിയമങ്ങളുണ്ടാവും, ചില മഹല്ലുകളിൽ ബൈലോ ഉണ്ടാവും. അതനുസരിച്ച് മുന്നോട്ട് പോവുക. അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് പുറത്താക്കും. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആക്കാനുള്ള കാരണം എന്താണ്? അവരെ പുറത്താക്കാനുള്ള കാരണം എന്താണ്? പുറത്താക്കാനുള്ള കാരണം തീർത്തും ഇസ്ലാമികപരമായ വിരുദ്ധമായ കാര്യങ്ങൾ അവർ ചെയ്തു, അതുകൊണ്ട് പുറത്താക്കി. ഇവിടെ ഇപ്പോൾ ഒരുപാട് മഹല്ലത്തിലെ വീടുകളുണ്ട്, ആരെയും പുറത്താക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് അവരതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളതിൽ നിന്ന് പുറത്താക്കി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ എത്രയോ മാന്യമായിട്ട് ജോലി ചെയ്ത് മഹല്ലത്തിൽ അംഗത്വമുള്ള എത്രയോ ആളുകളുണ്ട്. അവർക്കൊന്നും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതിൻ്റെ പ്രശ്നം അത് നിങ്ങളുടെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മഹല്ലത്തിനെ പഴിചാരിയിട്ട്, ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പഴിചാരിയിട്ടൊന്നും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിപ്പോൾ ഒരു ചാനലിന് പ്രത്യേകം ആവേശം കിട്ടുന്ന ഓരോരോ ന്യൂസുകൾ കിട്ടുമ്പോൾ അവരിത് കുറച്ച് മായം ചേർത്ത്, കുറച്ച് കൃത്രിമങ്ങളും മസാലകളൊക്കെ ചേർത്തുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ കാണുന്ന ആളുകൾക്ക് ഇത് കേൾക്കാനും ഇത് കാണാനും ഒക്കെ വലിയ രസമുണ്ട് എന്നല്ലാതെ ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.